എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നിരവധി ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട് PSC പ്രീവിയസ് ഇയറും റീസെന്റ് ആസ്ക് ക്വസ്റ്റ്യൻസുമായിട്ട്. അതിന്റെ ബേസിൽ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ എന്നാണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ എന്നാണ്. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരാണ് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരാണ് നഗോഡകൾ. ബ്രിട്ടീഷ് ചൂഷണത്തെ തുടർന്ന് സ്വന്തം പെരുവിരൽ മുറിച്ചുമാറ്റി കുലത്തൊഴിൽ ഉപേക്ഷിച്ച വർഗക്കാരാണ് നഗോഡകൾ. കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ കർഷകരും നെയ്ത്തുകാരും കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായിരുന്നു. കൈത്തൊഴിലുകാർ ഇരയായിരുന്നു. ഗോത്രവർഗക്കാർ ഇരയായിരുന്നു. കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നയങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. അവയാണ്: കർഷകർക്കുമേൽ അമിതമായിട്ടുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ അവർക്കായിട്ട് നൽകിയിരുന്നില്ല എന്നിവയാണ് കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നയങ്ങൾ. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടി ബംഗാളിൽ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് ജമീന്ദാർമാർ എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടി ബംഗാളിൽ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് ജമീന്ദാർമാർ എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടി ബംഗാളിൽ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടിരുന്നത് ജമീന്ദാർമാർ. ബംഗാളിലെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് സാഹുക്കൾ എന്നാണ്. ഇവിടെ ബ്ലേഡ് എന്നറിയപ്പെടുന്നത് പോലെ പണ്ട് ബംഗാളിലേക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത് സാഹുക്കൾ എന്നാണ്. ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു പരുത്തി, നീലം, ചണം എന്നിവ. ഇംഗ്ലണ്ടിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് പരുത്തി, നീലം, ചണം എന്നിവ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം PSC 1 മാർക്ക് ക്വസ്റ്റ്യൻ 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യ റെയിൽവേ റൂട്ട് PSC അടുത്ത 1 മാർക്ക് ചോദ്യം ബോംബെ താനെ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ റൂട്ട് ബോംബെ താനെ PSC 1 മാർക്ക് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിയിലെ ആകെ കോച്ചുകളുടെയും യാത്രക്കാരുടെയും എണ്ണം 14 കോച്ചുകളും 400 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യ തീവണ്ടിയിലെ ആകെ കോച്ചുകളുടെയും യാത്രക്കാരുടെയും എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാല് അത് 14 കോച്ചുകളും 400 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി സർവീസ് നടത്തിയത് അടുത്ത PSC 1 മാർക്ക് ചോദ്യം 1861 മാർച്ചിലാണ്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി സർവീസ് നടത്തിയത് 1861 മാർച്ച്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി സർവീസ് നടത്തിയത് 1861 മാർച്ചിലാണ്. കേരളത്തിലെ ആദ്യ തീവണ്ടി സർവീസാണ് തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യ തീവണ്ടി സർവീസാണ് തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യ തീവണ്ടി സർവീസ് തിരൂർ ബേപ്പൂർ. PSC 1 മാർക്ക് ചോദ്യം. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ തകർച്ചയുടെ കാരണങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോവാം.
അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അത് കൈത്തറി മേഖല തകർക്കാൻ കാരണമായി. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതും കൈത്തറി മേഖല നശിക്കുന്നതിന് കാരണമായി. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതിയാകുമ്പോൾ ഉയർന്ന പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതാരും വാങ്ങാണ്ടായി തുടർന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിലെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകാനായിട്ടുള്ള കാരണമായിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ സന്യാസി കലാപം, പിന്നെ ഫക്കീർ കലാപം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം 19-ാം നൂറ്റാണ്ടാണ്. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാരാണ്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് പാട്ടക്കുടിയാന്മാരായിട്ടുള്ള മാപ്പിളമാർ. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാർ. മാപ്പിള കലാപം എന്നറിയപ്പെട്ട കലാപമാണ് മലബാർ കലാപം. മാപ്പിള കലാപം എന്നറിയപ്പെട്ട കലാപം മലബാർ കലാപം. മാപ്പിള കലകൾ എന്നറിയപ്പെട്ട കലാപമാണ് മലബാർ കലാപം. മാപ്പിള കലാപം നടന്ന അതേ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. മാപ്പിള കലാപം നടന്ന അതേ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. മാപ്പിള കലാപം നടന്ന അതേ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നായിരുന്നു എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ഈ ഒരു പട്ടിക എക്സ്ട്രീം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പട്ടികയാണ്. 10th പ്രിലിംസിന് ഇതിൽ നിന്ന് 5 ഫേസുകൾ ഉണ്ടെങ്കിൽ ആ 5 ഫേസിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗം എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നൽകി തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കുക. ഇതേപോലെ വേറൊരു പട്ടികയും ഉണ്ട്. ഈ 2 പട്ടികകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും കടന്നു വന്നിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക. അപ്പം ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ട ഗോത്രവിഭാഗങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. മറാത്തയിലെ ഗോത്രവിഭാഗം ഭീലുകളാണ്. അഹമ്മദ് നഗറില് കോലികളാണ്. ഛോട്ടാ നാഗ്പൂരില് കോളുകളാണ്. രാജ്മഹൽ കുന്നില് സന്താൾമാരാണ്. വയനാട്ടില് കുറിച്യരാണ്. അപ്പൊ പ്രദേശങ്ങളും ഗോത്രവിഭാഗങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെച്ചോളാം. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, അഹമ്മദ് നഗറിലാണ് കോലി കളിച്ചു വളർന്നത് ഓർത്താൽ മതി. ഛോട്ടാ നാഗ്പൂരിലെ കോളുകള്, രാജ്മഹൽ കുന്ന് സന്താൾമാര്, വയനാട് ജില്ല കുറിച്യർ. അത് പിന്നെ അറിയാൻ പ്രയാസം ഉണ്ടാവില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മറാത്തയിലെ ഭീലുകള്, അഹമ്മദ് നഗറിലെ കോലികള്, ഛോട്ടാ നാഗ്പൂർ കോളുകള്, രാജ്മഹൽ കുന്നിലെ സന്താൾമാര്, വയനാട്ടിലെ കുറിച്യര്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ വസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് സന്താൾമാര്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ വസിച്ചിരുന്ന ഗോത്രവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സന്താൾമാരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരായ ബംഗാളിലെ ഗോത്രജനത നടത്തിയിട്ടുള്ള കലാപമാണ് സന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരായിട്ട് ബംഗാളിലെ ഗോത്രജനത നടത്തിയിട്ടുള്ള കലാപമാണ് സന്താൾ കലാപം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായിട്ടുള്ള ബംഗാളിലെ ഗോത്രജനത നടത്തിയിട്ടുള്ള കലാപമാണ് സന്താൾ കലാപം. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു. PSC 1 മാർക്ക് ചോദ്യം. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവുമാണ്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു. സന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചത് രണജിത് ഗുഹയാണ്. പെസന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണത്. എന്നിരുന്നാലും പെസന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതി രചിച്ചിട്ടുള്ളത് രണജിത് ഗുഹയാണ്. PSC 1 മാർക്ക് ചോദ്യമാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ
കലാപങ്ങൾ നടന്ന പ്രദേശങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പട്ടികേനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട പട്ടികയാണ് ഈ പട്ടിക എന്ന് പറയുന്നത്. നിരവധി ചോദ്യങ്ങൾ മെയിൻസിനും പ്രിലിംസിനുമായിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗമാണ് ഇത് എന്നുള്ള ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ വിവിധ പ്രദേശങ്ങൾ അവിടെ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഔദില് രാജാ ചെയ്ത് സിംഗ് ആണ്. തിരുനെൽവേലിയില് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മനല്ല, പാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയില് മരുതു പാണ്ഡ്യൻ. മലബാറില് നമ്മുടെ പഴശ്ശിരാജ. കർണാടകയില് കിട്ടൂർ ചിന്നമ്മ. തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവ. പാലിയത്തച്ഛൻ കൊച്ചിയില്. അപ്പൊ പ്രദേശങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഔദിൽ രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയില് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയില് മധുരപാണ്ഡ്യൻ, മലബാറില് പഴശ്ശിരാജ, കർണാടകയില് കിട്ടൂർ ചിന്നമ്മ, തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവ, കൊച്ചിയില് പാലിയത്തച്ഛൻ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം. ഔദില് രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയില് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗ മരുതുപാണ്ഡ്യൻ, മലബാറില് പഴശ്ശിരാജ, കർണാടകയില് കിട്ടൂർ ചിന്നമ്മ, തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവ, കൊച്ചിയില് പാലിയത്തച്ഛൻ. ഇവിടെ ഇതില് നമുക്ക് മലബാറിൽ പഴശ്ശിരാജ എന്നോർത്തിരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, കുറച്ച് എളുപ്പമാണ്. പിന്നെ ഏതാണ്? തിരുവിതാംകൂറില് വേലുത്തമ്പി ദളവയാന്നും കൊച്ചിയിൽ പാലിയത്തച്ഛന് നമുക്ക് കുറച്ച് ഫെമിലിയർ ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ ആരൊക്കെയാണ്? ഔദില് രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയില് മരുതുപാണ്ഡ്യൻ, കർണാടക കിട്ടൂർ ചിന്നമ്മ തുടങ്ങിയത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഒളിപ്പോര് നടത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴശ്ശിരാജയാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയിട്ടുള്ളത് പഴശ്ശിരാജ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിലെ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതിനാൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയ രാജാവാണ് പഴശ്ശിരാജ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്തത് എങ്ങനെയാണ്? വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിലെ നികുതി പിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിൽ നിന്നെടുത്തിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവിന് നൽകി. ഇതിനെതിരെയാണ് അദ്ദേഹം യുദ്ധം നടത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ച പ്രധാനപ്പെട്ട ആളുകളാണ് PSC നിരന്തരം ചോദിക്കുന്നതാണ്. ആരൊക്കെയാണ്? തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചവർ തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചവർ തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരാണ്. പഴശ്ശി കലാപ സമയത്തെ മലബാർ സബ് കളക്ടർ TH ബേബറാണ്. പഴശ്ശി കലാപ സമയത്തെ സബ് കളക്ടർ TH ബേബർ. പഴശ്ശി കലാപ സമയത്തെ സബ് കളക്ടർ TH ബേബർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം PSC ചോദിച്ചു അടുത്ത ചോദ്യം 1809. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ആണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയിട്ടുള്ള വർഷം 1809. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ്. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അറിയപ്പെട്ടിരുന്നത് ശിപ്പായികൾ എന്നാണ്. കമ്പനി പട്ടാളത്തിൽ അപ്പൊ നമ്മള് ഇന്ത്യ അവര് ഭരിച്ചു തുടങ്ങി, അങ്ങനെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞപ്പോൾ അവര് പട്ടാളത്തിലേക്ക് ഇന്ത്യക്കാരെയും എടുക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കാർക്ക് ഭീകരമായിട്ടുള്ള റെസ്പെക്ട് ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലത്ത് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അറിയപ്പെട്ടിരുന്നത് ശിപ്പായിമാർ എന്നായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. PSC ചോദിച്ചും അടുത്ത ചോദ്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. 1857 സമരത്തിന് നേതൃത്വം നൽകിയവര് ഇന്ത്യൻ സൈനികരുണ്ടായിരുന്നു. അതായത് നമ്മൾ പറയാറുള്ള ശിപ്പായിമാര്
ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ. അപ്പൊ അവരെയും കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്ന മഹത്തായ ലക്ഷ്യമൊന്നും ആയിരുന്നില്ല അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ദത്തവകാശ നിരോധന നിയമം, നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ദത്തവകാശ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അധികാരമൊക്കെ പോകും. അപ്പൊ അതിനെതിരെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, സമരം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ സ്ഥിരമായിട്ട് PSC സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കാണണം. പട്ടാളക്കാർക്ക് നൽകിയിരുന്ന പുതിയ എൻഫീൽഡ് തോക്കിൽ ഉപയോഗിക്കേണ്ട തിരയിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നൊരു വാർത്ത വരുന്നു. അത് ഒരു ശിപ്പായിമാർക്കിടയിൽ പ്രശ്നത്തിന് കാരണമായി. ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടികൾ നിർമ്മിച്ചിരുന്നത് എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്ന വാർത്തയും കൂടെ പറഞ്ഞിരുന്നു. ഇതാണ് ഈ ഒരു സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. 1857 വിപ്ലവ സമയത്ത് ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യം പ്രതിഷേധിച്ചത് മംഗൾ പാണ്ഡെയാണ്. അപ്പൊ ആദ്യം പ്രതിഷേധിച്ച ആള് എന്നുള്ളത് എപ്പോഴും ഒരു വളരെ നമ്മൾ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. അപ്പൊ 1857 സമയത്ത് ശിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യം പ്രതിഷേധിച്ചത് നമ്മുടെ മംഗൾ പാണ്ഡെ ആയിരുന്നു എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഷഹിൻഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ശിപ്പായിമാർ പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമന് തന്നെയാണ്. ഈ സഫറും രണ്ടാമനും ഒരാൾ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഷാഹിൻഷാ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായി ശിപ്പായിമാർ പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സഫറിനെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1857 വിപ്ലവത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലമാണ് റംഗൂൺ. 1857 വിപ്ലവത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയിട്ടുള്ള സ്ഥലം റംഗൂൺ. പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1857 വിപ്ലവത്തെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം റംഗൂൺ. ലഗ്താ നഹീ ഹേ ജി മേര എന്ന കവിത ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ബഹദൂർ ഷാ സഫറും അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ലഗ്താ നഹീ ഹേ ജി മേര എന്ന കവിത ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഹിന്ദിയൊക്കെ വളരെ വീക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ലഗ്താ നഹീ ഹേ ജി മേര എന്ന കവിത ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി മണ്ണ് പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ എന്ന് ഉള്ള വരികൾ ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പൊ നമ്മള് 1857 ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തില് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തി എന്ന് പറഞ്ഞു. അപ്പൊ നാടുകടത്തി അയാൾ റംഗൂണിൽ ഇരിക്കുമ്പോൾ മൂപ്പർക്ക് കുറച്ച് കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അത്രയും കാലം രാജാവായി ജീവിച്ച ഒരാളെ നാടൊക്കെ കടത്തുമ്പോൾ അയാൾക്ക് വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുതിയ വരിയാണ് ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം, ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു അടുത്ത ടേബിളിലേക്ക് കൂടി കിടക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ആദ്യത്തെ ടേബിൾ നിങ്ങൾ പഠിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. രണ്ടാമത് പറഞ്ഞു രണ്ടാമത്തെ ടേബിൾ നിങ്ങൾ പഠിക്കണം. അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മൂന്നാമത്തെ ടേബിൾ നിങ്ങൾ അത്രയും ഉറപ്പിച്ച് പഠിച്ചു വെക്കണം. എന്താണ് മൂന്നാമത്തെ ടേബിളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ 10th പ്രിലിംസിന്റെ ഈയിടെ നടന്നിട്ടുള്ള
ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ വിവിധ ഭാവത്തിലും വിവിധ രീതിയിലും കിടക്കുന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരും ബന്ധപ്പെട്ട സ്ഥലങ്ങളുമാണ് പറയാൻ പോകുന്നത്. കാൺപൂരില് നാനാ സാഹിബും താന്തിയ തൊപ്പിയുമാണ് നേതൃത്വം നൽകിയത്. കാൺപൂരില് നാനാ സാഹിബ് താന്തിയ തൊപ്പി, ഝാൻസിയില് റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി അതൊന്ന് കൂട്ടി വായിച്ചാൽ മതി. ഝാൻസിയില് റാണി ലക്ഷ്മിബായി എന്നുള്ളത് ഓർത്തിരിക്കുക. ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ. ലക്നൌവില് ഒരു വലിയ മഹൽ ഉണ്ട് എന്ന് ഓർത്താൽ മതി. ലക്നൌ ബീഗം ഹസ്രത് മഹൽ. ലക്നൌവിൽ ആരാണ് എന്ന് ചോദിച്ചാല് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. ആരയില് കൻവർ സിംഗ് ആണ്. ആര കൻവർ സിംഗ്. ഒന്നുകൂടെ പറയാം. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തൊപ്പി, ഝാൻസിയില് റാണി ലക്ഷ്മിബായി, ലക്നൌവില് ബീഗം ഹസ്രത് മഹല്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ആര കൻവർ സിംഗ്. ഒന്നുകൂടെ നോക്കാം. കാൺപൂരില് നാനാ സാഹിബ് താന്തിയ തൊപ്പി, ഝാൻസിയില് റാണി ലക്ഷ്മിബായി, ലക്നൌവില് ബീഗം ഹസ്രത് മഹല്, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗില് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരയിലാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായത് 1857 വിപ്ലവമാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കാരണമായത് 1857 വിപ്ലവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞി വിളംബരം പുറപ്പെടുവിച്ചത് 1858 കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞി വിളംബരം പുറപ്പെടുവിച്ചത് 1858. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞി വിളംബരം പുറപ്പെടുവിച്ചത് 1858. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവാൻ കാരണമായിട്ടുള്ള വിളംബരം 1858 വിളംബരമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവാൻ കാരണം 1858 വിളംബരമാണ് എന്നുള്ളതും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ മൂന്നാമത്തെ ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.